ഈ വീഡിയോയിൽ കുറേ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ്. UAE ഇന്ത്യ ഡിഫൻസ് പാക്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി ഇവരുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില നീക്കുപോക്കുകൾ, ചില അണ്ടർസ്റ്റാൻഡിങ്, അവർ ഏത് പെർസ്പെക്റ്റീവിലാണ് ഇന്ത്യയുടെ ഈ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഒരു കടന്നുവരവിനെ അവർ നോക്കിക്കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും വെസ്റ്റ് ഏഷ്യയെ ഫോക്കസ് ചെയ്താണ് ഈ റിപ്പോർട്ട് സംസാരിക്കുന്നത്. ന്യൂ മിലിറ്ററി ആക്സിസ് എമർജിങ് ഇൻ വെസ്റ്റ് ഏഷ്യ. ആ ന്യൂ മിലിറ്ററി ആക്സിസ് എന്നവർ ഉദ്ദേശിക്കുന്നത് തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ. തുർക്കിയുടെ താല്പര്യങ്ങൾ എന്താണ്, സൗദി അറേബ്യയുടെ താല്പര്യങ്ങൾ എന്താണ്, പാകിസ്ഥാന്റെ റോൾ എന്താണ്, ഇതും ഈ റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. തുർക്കി മൂവിങ് ഫോർവേഡ് ട്രൈലേറ്ററൽ റിലേഷൻഷിപ്പ്, അതാണ് തുർക്കി ഉദ്ദേശിക്കുന്നത്. തുർക്കി എക്കണോമിക് ബെനിഫിറ്റ് ആണ് ഇതിനകത്ത് ലക്ഷ്യമിടുന്നത്. അതായത് സൗദി അറേബ്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സൗദി അറേബ്യയിൽ നിന്നും കിട്ടുന്ന ഓർഡേഴ്സ്, ഇപ്പോൾ ഓൾറെഡി തന്നെ സൗദി അറേബ്യ ഒരു ബൈറാക്തർ എന്ന് പറഞ്ഞ ഒരു ഡ്രോൺ നിർമ്മിക്കുന്നതിന് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ്. അതുപോലെ തുർക്കിയുടെ കാൻ ഫൈറ്റർ ജെറ്റിൽ സൗദി അറേബ്യയ്ക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് എക്കണോമിക് ബെനിഫിറ്റ് നമുക്ക് കിട്ടുമെന്ന് തുർക്കി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഫാക്ടറാണ്. ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു ടീമിൽ തുർക്കി മെമ്പറാണ് എന്ന് വരുത്തി തീർക്കാനും, ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ തയ്യബ് തുർക്കിക്കുള്ളിൽ കിട്ടുന്ന പൊളിറ്റിക്കൽ നേട്ടം, രാഷ്ട്രീയ ഭാവി, ഇതൊക്കെ തന്നെയാണ് തുർക്കി ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാൻ ആണെങ്കിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ ആണവായുധമുണ്ട്, അതുപോലെ തന്നെ കൺവെൻഷണൽ മിസൈലുകളുണ്ട്, അതുപോലെ തന്നെ 5 ലക്ഷത്തിലധികം സോൾജേഴ്സ് ഉണ്ട്. ഇതാണ് പാകിസ്ഥാന്റെ ബെനിഫിറ്റ്. സൗദി അറേബ്യയിൽ വേണ്ടുവോളം പണമുണ്ട്. ഇവർ 3 പേരും ചേർന്നിട്ട് എന്താണ് ഫോർമുല എന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യയുടെ താല്പര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നത്. സൗദി അറേബ്യ കരുതുന്നത് ഇസ്രായേലിന് ആഫ്രിക്കൻ റീജിയനിൽ വേണ്ടുവോളം ഇൻഫ്ലുവൻസ് നേടിക്കൊടുക്കുകയാണ് UAE. ഇതാണ് സൗദി അറേബ്യയുടെ ക്ലെയിം. അതുകൊണ്ടാണ് യമനോട് മാത്രം നിൽക്കാണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കുള്ളിലും ചെന്ന് UAEയുടെ ഇൻഫ്ലുവൻസിനെ തകർക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ മുന്നിട്ടിറങ്ങിയത്. ഓക്കെ, സൗദി അറേബ്യ മുന്നിട്ടിറങ്ങി UAEയുടെ ഇൻഫ്ലുവൻസിനെ തകർക്കാൻ വേണ്ടിയിട്ട് കൂട്ടുപിടിച്ച 2 രാജ്യങ്ങളിൽ, ഒന്ന് സൊമാലിയ, മറ്റൊന്ന് ഈജിപ്റ്റ്. ഈ 2 രാജ്യങ്ങളുമായിട്ടും ഡിഫൻസ് സഹകരണ കരാർ ഒപ്പുവയ്ക്കാനാണ് സൗദി അറേബ്യ തയ്യാറായിരിക്കുന്നത്. ഇതിലൂടെ എന്താണ് UAEക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, UAE ആഫ്രിക്കൻ റീജിയനിൽ എവിടെയൊക്കെ ഇൻഫ്ലുവൻസ് നേടിയിട്ടുണ്ടോ, സുഡാൻ, സൊമാലിയ, സൊമാലിലാൻഡ്, ഈജിപ്റ്റ്, ലിബിയ, ഈ മേഖലകളിലെല്ലാം സൗദി അറേബ്യ കൂടുതൽ ഇറങ്ങി കളിക്കാത്തത് കൊണ്ട് തന്നെ ഈ കാലയളവ് മൊത്തം UAE ആണ് അവിടെ ഇൻഫ്ലുവൻസിലുണ്ടായിരുന്നത്, ഹൈ ഇൻഫ്ലുവൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ അവിടെ എല്ലാം തന്നെ ഇസ്രായേലുമായിട്ട് ഒരു സോഫ്റ്റ് കോർണർ അവിടെ ക്രിയേറ്റ് ചെയ്യാനും, ഈ രാജ്യങ്ങളെല്ലാം നാളെ സ്വമേധയാ അബ്രഹാം അക്കോർഡിലേക്ക് ഒരു രീതിയിലുള്ള ഹെസിറ്റേഷനും ഇല്ലാതെ ജോയിൻ ചെയ്യാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കുകയാണ് UAE എന്നാണ് സൗദി അറേബ്യ പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ പുറകിലുള്ള കളികളാണിത്. അതുകൊണ്ടാണ് ആഫ്രിക്കൻ റീജിയനിൽ നിന്നും UAE തുരത്താൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ മുന്നിട്ടിറങ്ങുന്നതായിട്ടാണ് സൗദി അറേബ്യ തന്നെ പറയുന്നത്. ഇതാണ് സൗദി അറേബ്യയുടെ ക്ലെയിം, ഇതാണ് വിഷയം, ഇതാണ് കോർ ഇഷ്യൂ. അല്ലാതെ യമൻ മാത്രമല്ല വിഷയം എന്നാണ് സൗദി അറേബ്യ പറഞ്ഞു വെക്കുന്നത്. ബിയോണ്ട് യമൻ എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇതിൽ നിന്നും അവർ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ, ഇസ്രായേലിന്റെ കാലങ്ങളായിട്ടുള്ള ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ആ ഒരു പ്രിൻസിപ്പൾ, ആ ഒരു പോളിസിക്കെതിരെയാണ് ഞങ്ങളുടെ നിലപാട് എന്നാണ് സൗദി അറേബ്യ ആവർത്തിച്ച് പറയുന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ഓൾറെഡി തന്നെ അവിടെ യൂണിറ്റി ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യയ്ക്കും ഇറാനും തമ്മിലുള്ള പ്രശ്നം എന്താണ്? പൊളിറ്റിക്കൽ ആശയപരമായിട്ടുള്ള ഭിന്നത മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ സെക്ടേറിയൻ ഡ്രിഫ്റ്റ് ഉണ്ട്. ഇറാനുമായിട്ട് സെക്ടേറിയൻ ഡ്രിഫ്റ്റ് ആണ്. കാരണം സൗദി അറേബ്യ സുന്നി, ഇറാൻ ഷിയാണ്. ആ സെക്ടേറിയൻ ഡ്രിഫ്റ്റ് ആണ് അവിടെ ഏറ്റവും പ്രാധാന്യം വയ്ക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടുപേരും 2 ചേരിയിൽ നിൽക്കുന്നത്. ഇനി ഇറാനെ പിന്തുണച്ച് നിൽക്കുന്ന പല അറബ് രാജ്യങ്ങളിലും ഷിയ സുന്നി മിക്സ്ഡ് ആണ്. പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഷിയയോടൊപ്പം നിൽക്കും, സുന്നിയോടൊപ്പം നിൽക്കും. അപ്പോൾ പല രാജ്യങ്ങളും ചേരിതിരിഞ്ഞ് അടികൂടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പിന്നെ ഇവിടെ എവിടെയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്? ഇവിടെ ആരും ഭിന്നിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വയമേ ഓൾറെഡി തന്നെ നിങ്ങൾ സെക്ടേറിയൻ വൈസ് നിങ്ങൾ ഭിന്നിച്ചാണ് നിൽക്കുന്നത്. ഇവിടെ ഇസ്രായേലിനെതിരെയുള്ള സൗദി അറേബ്യയുടെ സ്റ്റേറ്റ്മെന്റ് ശരിവെക്കാൻ പറ്റുന്ന ഒന്നല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം സൗദി അറേബ്യയ്ക്ക് തുർക്കിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ നോക്കൂ. സൗദി അറേബ്യയ്ക്ക് തുർക്കിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡിസഗ്രിമെന്റ് ആണ്. അതായത് അവിടെ സെക്ടേറിയൻ റിഫ്റ്റ് അല്ല അവിടെ ഉള്ളത്. അവിടെ പൊളിറ്റിക്കൽ ഡിസഗ്രിമെന്റ് ആണ്, ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിസഗ്രിമെന്റ്. അതായത് മിഡിൽ ഈസ്റ്റിൽ ഡോമിനേറ്റ് ചെയ്ത് വരാനുള്ള കപ്പാസിറ്റി ആർക്കാണുള്ളത്? ആരാണ് ഇസ്ലാമിന്റെ ഖിലാഫത്ത് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ? ഇസ്ലാമിനെ നയിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ആർക്കാണുള്ളത്? ഇതാണ് സൗദി അറേബ്യയ്ക്കും തുർക്കിക്കുമുള്ള ഒരു വിഷയം. അപ്പോൾ ഇവരെ ഇപ്പോൾ ഇടപെട്ട കാലം കൊണ്ട് ശരിക്കും ഫ്ലഡ് ഓഫ് അൽ അക്സ എന്ന് പറഞ്ഞിട്ട് 2023 ഒക്ടോബർ 7, 2023 ഹമാസ് നടത്തിയ ഓപ്പറേഷൻ, ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് കയറി നടത്തിയ മെസാക്കർ, ആ ഒരു 1200 ആൾക്കാരെ വധിച്ചിട്ട് 200-ലധികം ആൾക്കാരെ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോയ പ്രവൃത്തി, ആ ഒരു ക്രൂരകൃത്യത്തിന്റെ പേരാണ് ഫ്ലഡ് ഓഫ് അൽ അക്സ.
ഈ അലക്സ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന മോസ്ക് ആണ് കേട്ടോ. അതായത് ജെറുസലേമിൽ ഇരിക്കുന്ന ടെമ്പിൾ മൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ആ മോസ്ക്, ഡോം ഓഫ് ദ റോക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള ആ പള്ളിയുടെ പേരാണ് അലക്സ മോസ്ക് എന്ന് പറയുന്നത്. അപ്പം ആ മോസ്കിന് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട്, ഇതിനെ ജിഹാദ് കാറ്റഗറിയിൽപ്പെടുത്താം, അതിനുവേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹമാസ് ഫ്ലഡ് ഓഫ് അലക്സ എന്ന് പറഞ്ഞ് പേര് കൊടുത്തുകൊണ്ട് ഒക്ടോബർ 7, 2023 ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത്, ഗേറ്റും പൊളിച്ചുകൊണ്ട്. അപ്പം ഈ പ്രവൃത്തിയെ തുർക്കി ശരിവെക്കുന്നുണ്ട്, തുർക്കി അംഗീകരിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഇസ്രായേൽ നടത്തിയ റിറ്റാലിയേഷൻ, അത് അതിഭീകരമായ റിറ്റാലിയേഷനാണ്. ആ റിറ്റാലിയേഷനാണ് ഇവരെ ഒരുമിപ്പിച്ചിരിക്കുന്നത്. ആരെയൊക്കെയാണ്? സെക്ടേറിയൻ ഡ്രിഫ്റ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇറാന്റെ നിലപാടുകളെ അംഗീകരിച്ച് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ചർച്ചകളിലൂടെ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയത്. തുർക്കി അവരുടെ മിഡിൽ ഈസ്റ്റ് ഡോമിനൻസ് എന്നുള്ള ഒരു സ്വപ്നം മാറ്റിവെച്ചുകൊണ്ട് സൗദി അറേബ്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാം എന്നുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ച് അവിടെ ഒരു കോമ്പൻസേഷന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കാരണമാരാണ് ഇസ്രായേൽ. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് ഇസ്രായേലിനെ ഇന്ന് ആരോപിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നും സത്യം വളരെ വിദൂരമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും സൗദി അറേബ്യ ഡോമിനേഷന് വേണ്ടി ആഗ്രഹിക്കുന്നതാണ് യാഥാർത്ഥ്യം. സൗദി അറേബ്യയ്ക്ക് ഓൾറെഡി ഡോമിനേഷൻ ഉണ്ടെന്ന് സൗദി അറേബ്യ വിശ്വസിക്കുന്നുണ്ട്. ട്രംപ് ഭരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ സൗദി അറേബ്യ അവരുടെ ആ ഒരു ഡോമിനേഷൻ മിഡിൽ ഈസ്റ്റിൽ നിലനിർത്തണം, അത് എക്കാലത്തേക്കും പ്രതിഫലിക്കുന്ന രീതിയിൽ നിലനിർത്തണമെന്ന് സൗദി അറേബ്യ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ റോൾ എന്തിനാണ് ചർച്ചയാകുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ UAE, ഇന്ത്യ, ഇസ്രായേൽ ആക്സിസ്. അപ്പോൾ ഇതിൽ ഇസ്രായേലിന്റെ ആക്സിസിനെ ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്ന ഇന്ത്യ എന്നാണ് ഇന്ത്യയെ അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യ, UAE, ഇസ്രായേൽ ക്വയറ്റ്ലി കൺസോളിഡേറ്റിംഗ് മിലിറ്ററി ആൻഡ് ന്യൂക്ലിയർ കോഓപ്പറേഷൻ. ഇതാണ് അവർ എടുത്തു വെച്ചിരിക്കുന്ന സെന്റൻസ്. ദ ഇന്ത്യ UAE ന്യൂക്ലിയർ കോഓപ്പറേഷൻ ഇൻക്ലൂഡ് ആറ്റോമിക് എനർജി സേഫ്റ്റി. സൗദി അറേബ്യയിലുള്ള ഇന്ത്യൻ ഡയസ്പറയെ ഒരുപക്ഷെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ ഈ ഗെയിമിൽ ഉണ്ട് എന്നാണ് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ചും തുർക്കി, പാകിസ്ഥാൻ, സൗദി അറേബ്യ വിശ്വസിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ലൈറ്റ്നിങ് വിസിറ്റ് ഇന്ത്യക്ക് നടത്തേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഇത് തന്നെയാണ് ആയിട്ട് നടന്ന വിഷയം എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അല്ലാതെ ന്യൂക്ലിയർ ഡിഫൻസ് പാക്റ്റുമായിട്ട് ബന്ധപ്പെടാതെ ഒരിക്കലും ന്യൂക്ലിയർ പവർ ഡീൽ സംസാരിക്കാനല്ല ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ത്യയിലേക്ക് വിസിറ്റ്, ഒരു മിന്നൽ സന്ദർശനം നടത്തിയത് എന്ന് അവരെ അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യ, UAE, ഇസ്രായേൽ ഒരു ട്രൈപാട്രിയറ്റ് മിലിറ്ററി അലയൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു 8-9 വർഷ കാലയളവിൽ UAE ശരി ചില രാജ്യങ്ങളിൽ ഇസ്രായേലിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുപോയിട്ടുണ്ട്. അത് ലിബിയ, സുഡാൻ, ഈജിപ്റ്റ്, സൊമാലിയ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലൂടെ ഇസ്രായേലിന് ഒരു ധൈര്യം കിട്ടി. അതായത് ആഫ്രിക്കൻ റീജിയനിൽ നമുക്ക് ചില രാജ്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ഇൻഫ്ലുവൻസ് വെച്ചുകൊണ്ട് നമുക്ക് സൊമാലിലാൻഡിനെ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കാം. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിന് താല്പര്യമുള്ള രാജ്യങ്ങളൊന്നും തന്നെ അതിനെ എതിർക്കില്ല എന്നുള്ള ഉറപ്പ്, ആ ഉറപ്പ് ഇസ്രായേലിന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായകരമായത് UAE ആണ് എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ ആരോപണം. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് സൊമാലിലാൻഡിനെ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായിട്ട് ഇസ്രായേൽ അംഗീകരിച്ചത്. അല്ലെങ്കിൽ ഇസ്രായേലിന് എങ്ങനെ ഈ ഒരു ധൈര്യം വന്നു എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ ചോദ്യം. ഇസ്രായേലിനെ ധൈര്യം വരുള്ളൂ, അതാദ്യം മനസ്സിലാക്കണം. ഇത്രയും അറബ് രാജ്യങ്ങൾ ചുറ്റിപ്പറ്റി കിടക്കുമ്പോൾ ഒറ്റൊരു ചെറിയ രാജ്യമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഇസ്രായേൽ, അത് വളരെ ബോൾഡായിട്ടുള്ള ഒരു നേഷനാണ്. വളരെ സ്ട്രക്ചർഡ് ആയിട്ട് അവരുടെ മിലിറ്ററി പവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ആ സാഹചര്യത്തിൽ സൊമാലിയയിൽ വളരെ തന്ത്രപൂർവ്വം സൗദി അറേബ്യ കളി തുടങ്ങി. അതായത് സൊമാലിയയുടെ ഒരു പോർട്ട് UAE കുറേ കാലം കൊണ്ട് തന്നെ DP വേൾഡ് ആണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദുബായിയുടെ പോർട്ട് ആൻഡ് സർവീസ് കമ്പനിയാണ് ഈ DP വേൾഡ്. നമ്മുടെ കൊച്ചിൻ പോർട്ടും DP വേൾഡ് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അതേപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൊമാലിലാൻഡ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു രാജ്യം ഉണ്ടാകുന്നതിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊമാലിലാൻഡിനെ UAE അംഗീകരിച്ച ഉടനെ തന്നെ അതിനെ ഒരു കാരണമായി കാണിച്ചുകൊണ്ട് സൊമാലിയ UAEയെ ഈ പോർട്ടിൽ നിന്നും പുറത്താക്കി. അതായത് ഞങ്ങളുടെ പോർട്ട് ഇനി UAE ഡീൽ ചെയ്യണ്ട, കാരണം സൊമാലിലാൻഡ് എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാകുന്നതിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സൊമാലിലാൻഡ് സ്റ്റിൽ പാർട്ട് ഓഫ് സൊമാലിയ, അത് സൊമാലിയയുടെ സൊവറൈൻ ലാൻഡാണ്. സോ അതുകൊണ്ട് അതിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ച സ്ഥിതിക്ക് ഇനി ഞങ്ങൾ നിങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന്റെ പോർട്ട് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. സൊമാലിയ UAEയെ പുറത്താക്കി. പക്ഷെ അത് അവർ സ്വമേധയാ പുറത്താക്കിയതല്ല, സൗദി അറേബ്യ പറഞ്ഞിട്ട് പുറത്താക്കിയതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ സൊമാലിലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്രായേലിനെ തടയാൻ പറ്റാത്ത രീതിയിൽ ഇസ്രായേൽ റെഡ് സീയുടെ ഏരിയയിൽ വല്ലാത്ത രീതിയിൽ ഡോമിനേറ്റ് ചെയ്യും. അതായത് റെഡ് സീയുടെ കൺട്രോൾ പൂർണ്ണമായിട്ടും ഇസ്രായേൽ ഏറ്റെടുക്കും എന്നുള്ളൊരു തിരിച്ചറിവാണ് സൗദി അറേബ്യയെ കൊണ്ട് ഈ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. പിന്നെ സൗദി അറേബ്യ പാകിസ്ഥാനെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്ന ചില ഫേക്ക് നറേറ്റീവ്സ്, അത് ട്രംപിന്റെ വായിൽ നിന്നും തുടരെ വന്ന സ്റ്റേറ്റ്മെന്റുകൾ,
അതുപോലെ പാകിസ്ഥാൻ ആണവായുധ പരീക്ഷണം നടത്തിയിരുന്നു ഈ 4 ദിവസത്തെ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു യുദ്ധത്തിനിടയിൽ. അതൊരു പക്ഷേ മില്യൺ പീപ്പിളിന്റെ ജീവൻ എടുക്കാൻ കപ്പാസിറ്റിയുള്ള ആണവായുധം ഒരു പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചേനെ എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ട്രംപ് പറഞ്ഞു വെച്ചിരുന്നത്. പാകിസ്ഥാൻ എന്തോ ലോകത്തെ ഏറ്റവും സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി കൈവശം വെച്ചിരിക്കുന്ന ഒരു മിലിറ്ററി പവറാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് സൗദി അറേബ്യ ഇപ്പം ഈ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ പുറകിൽ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും ഒരു സൈഡിൽ ഇവർ തഴഞ്ഞിട്ടുണ്ട്. അമേരിക്ക മാത്രമല്ല വെസ്റ്റ് ഏഷ്യയുടെ സെക്യൂരിറ്റി, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ കഴിയും എന്നുള്ളത് തെളിയിക്കാൻ കൂടിയാണ് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചത്. പക്ഷേ അത് ഒരു തരത്തിലും സൗദി അറേബ്യക്ക് ഗുണം ചെയ്യില്ല. അപ്പൊ സൗദി അറേബ്യയുമായിട്ട് കൂട്ടുചേർന്നിരിക്കുന്ന 2 രാജ്യങ്ങളും സൗദി അറേബ്യയെ ഊറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയെ ഒരുത്തൻ അവന്റെ രാജ്യത്ത് അവന് വേണ്ട ആയുധങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച് അവന്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഡിഫൻസ് മേഖലയിൽ പുഷ്ടിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തുർക്കിയും, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പൈസ കടം കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് IMFന്റെ വാതിൽപ്പടികളിലും വേൾഡ് ബാങ്കിന്റെ വാതിൽപ്പടികളിലും അതുപോലെ എന്തെങ്കിലും 10 സോൾജേഴ്സിനെ എവിടെയെങ്കിലും അയച്ചു കൊടുത്തിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്ന അസീം മുനീറും ഇങ്ങനത്തെ ഒരു കൂട്ടം കൊള്ള സംഘമാണ് സൗദി അറേബ്യയുടെ കൂട്ടാളികളായിട്ട് കൂടിയിരിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ഇപ്പുറത്ത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഗ്രോത്ത് പ്രോഗ്രസ് ഉള്ള എന്ത് കാര്യവും ശക്തമായി തീരുമാനിച്ച് നടപ്പിലാക്കാൻ ശേഷിയുള്ള 3 രാജ്യങ്ങളാണ് UAE, ഇന്ത്യ, ഇസ്രായേൽ. ഇതാണ് ഇപ്പുറത്തെ സൈഡിലെ കൂട്ടുകെട്ട്. ഇത് ശരിക്കും മിഡിൽ ഈസ്റ്റിൽ റാപ്പിഡായിട്ട് തന്നെ ഒരു ഗ്രോത്ത് ഫോം ചെയ്യും. ഈ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ UAE ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ഓരോന്നായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പം സൗദി അറേബ്യയുടെ കൂട്ടാളികൾ അവരുടെ ആരോപണം എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ത്യയുടെ കടന്നുവരവ് ശരിക്കും മിഡിൽ ഈസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ഡീവിയേഷൻ ക്രിയേറ്റ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. അതായത് ആ മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ എതിരെ UAE ഇന്ത്യയുമായിട്ട് ഒരു ഡിഫൻസ് പാക്ട് സൈൻ ചെയ്യാൻ പാടില്ല എന്നാണ് ഇവരുടെ ആ ഒരു ഉൾമനസ്സിലെ ചിന്താഗതി. പക്ഷെ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യയും UAEയും മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അതായത് സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും കൂടി ചേർന്നിട്ട് ഇസ്രായേലിൻ്റെ എക്സ്പാൻഷനെയാണ് ഞങ്ങൾ ചെറുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ കടന്നുവരവോടുകൂടി ആ എക്സ്പാൻഷൻ വീണ്ടും ഇസ്രായേൽ ശക്തിപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട് പെരുമാറേണ്ടതുണ്ട് എന്നുള്ള വാർത്തകളാണ് പരക്കെ ഇവർ അടിച്ചിറക്കുന്നത്. അതായത് ഇവർ OICയിലേക്ക് ഇത് സംസാരിക്കും, ഈ വിഷയം ഇതേ ഫോമുലയിലായിരിക്കും അവർ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് UAEയെ ഒറ്റപ്പെടുത്താനാണ് ശ്രമം. എവിടെ? OICയിൽ. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഇസ്രായേൽ സപ്പോർട്ട് അതിനെ തടയണം എന്നുണ്ടെങ്കിൽ ഇതേ അബ്രഹാം അക്കോർഡ് ഫോർമുലയാണ് സൗദി അറേബ്യയുടെ കൂട്ടാളികളും ട്രംപിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ UAEയുടെ പ്രവർത്തിക്കും സൗദി അറേബ്യയുടെ പ്രവർത്തിക്കും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ദർ ആർ നോ ഡിഫറൻസസ്. ഇവിടെ ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആരുടെ നേതൃത്വത്തിലാണ് ഇത് സംഭവിക്കുന്നത്? സൗദി അറേബ്യയുടെ നേതൃത്വത്തിലാണോ, അല്ലെങ്കിൽ UAEയുടെ നേതൃത്വത്തിലാണോ, അല്ലെങ്കിൽ തുർക്കിയുടെ നേതൃത്വത്തിലാണോ? ആരുടെ നേതൃത്വത്തിലാണ് ഈ അബ്രഹാം അക്കോർഡ് ഡീൽ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദിച്ചത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, UAE ഓൾറെഡി അബ്രഹാം അക്കോർഡിലെ ഇന്നാണ്. UAEയിൽ അബ്രഹാം അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് മോണ്യുമെന്റ് തന്നെ പണിത് വെച്ചിരിക്കുകയാണ് UAE. ഒരു സിനഗോഗ്, ഒരു മോസ്ക്, ഒരു ചർച്ച്, ഇത് 3ഉം കൂടി ഒരേ കോമ്പൗണ്ടിൽ പണിത് വെച്ചിരിക്കുകയാണ്. UAE ആണ് ശക്തമായി അബ്രഹാം അക്കോർഡിൽ നിലനിൽക്കുന്ന ഒരു അറബ് രാജ്യം. ഇനി സൗദി അറേബ്യ എത്ര തന്നെ ഭയങ്കരമായ രീതിയിൽ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ തന്നെയും അതത്ര എഫക്റ്റീവ് ആയിട്ടുള്ള നടപടി ആയിരിക്കില്ല. കാരണം സൗദി അറേബ്യ തന്നെ അബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്യണോ വേണ്ടിയോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർ ആദ്യ കാലഘട്ടങ്ങളിൽ ഭയങ്കര ഉഷാറായിട്ട് സൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയെങ്കിലും പിന്നീട് അവർ എഫക്റ്റീവായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോയില്ല. പക്ഷേ UAE അതിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ മേലുള്ള ബോംബിങ്ങിനെ നമ്മൾ തടയണം. 3ാമത് റീജിയണൽ സ്റ്റെബിലിറ്റി അത് ഉറപ്പുവരുത്തണം. ഇതൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ ഇറാന്റെ മേളിൽ ബോംബിടുന്നതേ നമ്മൾ നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇറാന്റെ മേളിൽ ബോംബിടാൻ വേണ്ടിയിട്ടാണല്ലോ ട്രംപ് നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ തടയാത്തത്? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇസ്രായേൽ ഇറാന്റെ മേളിൽ തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഏതാണ്ട് 12 ദിവസം അറ്റാക്ക് നടത്തിയ സാഹചര്യത്തിൽ ഈ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇതേപോലെ കുയ്യോ മുയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ അമേരിക്ക വന്ന് ഒരു ദിവസം B2 ബോംബർ എടുത്തുകൊണ്ട് വന്ന് ബോംബ് ഇട്ടപ്പോഴത്തേക്കും ഇവരാരും തന്നെ മിണ്ടിയില്ല. അതായത് അമേരിക്ക അടിച്ചാൽ കുഴപ്പമില്ല, ഇസ്രായേൽ അടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. പിന്നെ എന്താണ് ഇറാനെ കോമൺ ആയിട്ട് വെച്ചുകൊണ്ട് ഇവർ ഇറാന്റെ മേളിൽ ബോംബ് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ പിന്നെ ഇപ്പോഴേ നിങ്ങൾ രംഗത്തിറങ്ങണമായിരുന്നു. ഇപ്പോൾ ഇറാന്റെ മേളിൽ ബോംബിടാൻ വേണ്ടിയിട്ട് അമേരിക്ക വാർഷിപ്പുകളെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എവിടെ പാകിസ്ഥാൻ? എവിടെ സൗദി അറേബ്യ? എവിടെ തുർക്കി? നിങ്ങൾക്കിപ്പം റീജിയണൽ സ്റ്റെബിലിറ്റി ഇപ്പോൾ ഒരു വിഷയമല്ലേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അവർ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇത് പൊതുവിൽ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാകുന്ന വിഷയങ്ങളാണ് ഇവരുടെ ഈ ഇരട്ടത്താപ്പ്. സൗദി അറേബ്യ ഇപ്പം ഈജിപ്തും സൊമാലിയയുമായിട്ട് ഡിഫൻസ് കോപ്പറേഷൻ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവരുടെ കാര്യങ്ങൾ മിലിറ്ററി എക്സ്പാൻഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ. അല്ലാതെ ഇറാനൊന്നും സൗദി അറേബ്യയുടെ വിഷയമേ അല്ല. സൗദി അറേബ്യ കട്ടക്കലിപ്പിലാണ്. ഇസ്രായേലിന്റെ ഔട്ട്റീച്ച് ടുവേർഡ്സ് സൊമാലിലാൻഡ്, ഇത് ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് വിളിക്കപ്പെടുന്ന റെഡ് സീയുടെ ആ ഒരു ക്രൗണിനെ തന്നെ തകർത്തിരിക്കുകയാണ്. കാരണം എന്താണ്? ഇസ്രായേലിന്റെ സൊമാലിലാൻഡ് എൻട്രി. അതാണ് സൗദി അറേബ്യയെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു വിഷയം. സൗദി അറേബ്യയുടെ MBS വളരെ ആംഗ്രി
മോഡിലാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, ഡൊണാൾഡ് ട്രംപിന്റെ വീക്ക്നെസ്. ഈ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഏഷ്യ അമേരിക്കയുടെ ആ വലയത്തിൽ നിന്നും അവർ മാറി ചിന്തിക്കുന്നു. അവർക്ക് തനിയെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് വേണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയെ അവർ വിശ്വസിക്കുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ടാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മിഡിൽ ഈസ്റ്റിനെ ട്രംപിന് നിർത്താൻ പറ്റാത്തത്. ഇതുകൊണ്ട് സംഭവിച്ചതാണ് സിറിയയുടെ ഉള്ളിൽ പോലും കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് നിലപാടെടുത്ത് അമേരിക്കയോടൊപ്പം നിന്നിരുന്ന SDF എന്ന് പറഞ്ഞ ആ ഒരു കുർദ് സംഘടനകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എന്തുകൊണ്ടാണ്? ഇപ്പുറത്തെ HTSനെ പിന്തുണയ്ക്കുന്നത് സൗദി അറേബ്യയും തുർക്കിയുമാണ്. അപ്പോൾ ഈ സൗദി അറേബ്യയും തുർക്കിയുടെയും വാക്ക് കേൾക്കണം. സൗദി അറേബ്യയും തുർക്കിയും എതിർത്തുകൊണ്ട് അമേരിക്കയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിലുപരിയായിട്ട് ട്രംപിനൊന്നും ചെയ്യാൻ കഴിവില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ സംഭവിച്ചതിന്റെ ഫലമായിട്ടാണ് സിറിയയിൽ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നത്. സിറിയയിൽ ഇസ്രായേലിന്റെ പരാജയം എന്ന് ഉദ്ദേശിക്കുന്നത് SDFന്റെ പരാജയമാണ്. കാരണം SDF അവിടുത്തെ ലിറ്ററലി ഇസ്രായേൽ ചെയ്യേണ്ട പണിയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത്. സിറിയയിൽ ഈ ISIS തീവ്രവാദികളെ കൃത്യമായിട്ട് തടഞ്ഞിരുന്ന ആൾക്കാരാണ് ഈ കുർദുകൾ. ആ കുർദുകളെ തന്നെ തിരിഞ്ഞു കുത്തുന്ന പരിപാടിയാണ് അമേരിക്ക ചെയ്തത്. അമേരിക്ക നേരെ ഈ അഹമ്മദ് അൽ-ഷാര എന്ന് പറഞ്ഞ ആ ഒരു ഭീകരനോടൊപ്പം നിൽക്കുന്ന സാഹചര്യം ഇന്ന് രൂപപ്പെട്ടു എന്നുള്ളതാണ്. അമേരിക്കയുടെ നിയന്ത്രണത്തിനെ കയ്യിലെടുത്തിരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയും തുർക്കിയും. ഇവർ രണ്ടുപേരാണ് മിഡിൽ ഈസ്റ്റിൽ ട്രംപിനെ നിയന്ത്രിക്കുന്ന ആൾക്കാർ. ഇതുകൊണ്ട് ഇസ്രായേലിന് കിട്ടിയത് തിരിച്ചടിയാണ്. ഇസ്രായേൽ കട്ടകലിപ്പിലാണ് ഈ വിഷയത്തിൽ. ഓൾറെഡി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിയോജിപ്പുകൾ ഇസ്രായേൽ പല കുറി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. ഒരു ഡീപ്പ് ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക. അതായത് ട്രംപ് ഇങ്ങനെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് സിറിയയിൽ കുർദുകളെ ബീട്രേ ചെയ്തുകൊണ്ട് HTS ഭരണകൂടത്തിന്റെ കീഴിൽ ശരിക്കും അവിടുത്തെ സ്വത്തുക്കളും റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ജറാദ് കുഷ്ണറിന്റെ നേതൃത്വത്തിൽ അവിടെ കോൺട്രാക്റ്റുകൾ ഒപ്പിക്കുകയും ഇവിടെ ഇൻസൈഡ് ഗാസ ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി സ്ഥാപിച്ചുകൊണ്ട് ഗാസയ്ക്കുള്ളിൽ എന്നേക്കുമായിട്ട് റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞ ആ കമ്പനിയുടെ കീഴിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഈ ബോർഡ് ഓഫ് പീസിലെ മെമ്പേഴ്സ് നോക്കൂ. പഴയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, പിന്നെ ട്രംപിന്റെ മരുമകൻ ട്രംപ്, ഇവരൊക്കെയാണ് ഇതിൽ പ്രധാന വ്യക്തികൾ. എന്താണ് ലക്ഷ്യം? റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ബോർഡ് ഓഫ് പീസ്. സിറിയയിൽ എങ്ങനെയാണോ ഇവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അവിടെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് കുർദുകളെ അടിച്ചൊതുക്കി അവിടെ നിലവിലെ തീവ്രവാദികൾക്കൊപ്പം നിൽക്കുന്നത്, അതേപോലെ ഗാസയിലും ഇവർ ഇതേ പരിപാടി ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇതിനെയാണ് ഇസ്രായേൽ അടപടലം എതിർക്കുന്നത്. എതിർക്കെന്ന് പറഞ്ഞാൽ ഓൾറെഡി തന്നെ അവിടെ ഉള്ളിൽ ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞു. അതായത് ട്രംപിന്റെ നടപടി ശരിയല്ല എന്നുള്ളത്. ഒരിക്കലും ഒരു നന്മ ഇസ്രായേലിന് ചെയ്തു എന്ന് കരുതിയിട്ട് ചെയ്യുന്നതെല്ലാം നന്മയാവണമെന്നില്ല എന്നാണ് അവിടെ ഇസ്രായേലിന്റെ ഉള്ളിലെ കെനസെറ്റിൽ ചർച്ച നടക്കുന്നത്. യെസ്, പുള്ളിക്കാരൻ നമ്മളുടെ ബന്ദികളെ മോചിപ്പിച്ചു തന്നു, ശരിയാണ്. പക്ഷേ വെച്ചിട്ട് അതോടെ തീരുന്നില്ല വിഷയം. നമുക്ക് ഇനിയും കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ പല വിഷയങ്ങളിലും പിന്നീട് ഇസ്രായേലിന് ഗുണപരമല്ലാത്ത കാര്യങ്ങളാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ഇന്ത്യയുടെ കടന്നുവരവിനെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ മൂന്ന് രാജ്യങ്ങളും ചർച്ച ചെയ്യുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന വിഷയം ഇന്ത്യയും UAEയും തമ്മിൽ സാധാരണഗതിയിലുള്ള കരാറുകളല്ല ഒപ്പിട്ടിരിക്കുന്നത്. LNG കരാർ, ട്രേഡ്, സ്പേസ്, ഓട്ടോമിക് എനർജി, അതേപോലെ ഡിഫൻസ് മേഖലയിൽ ന്യൂക്ലിയർ ആയുധമായിട്ട് ബന്ധപ്പെട്ട സഹകരണം, ഇത്തരം ഡീലുകളാണ് ഇവർ കൃത്യമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹിഡൻ ഗെയിമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ കൃത്യമായിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ക്രോസ് ബോർഡർ ടെററിസം എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചത്. ഈ ക്രോസ് ബോർഡർ ടെററിസം ഇന്ത്യ ആൾവേസ് യൂസിങ് ദ ടെർമിനോളജി അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാൻ ആരാണ്? പാകിസ്ഥാൻ ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് ന്യൂക്ലിയർ അംബർല പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തിനെ ക്രോസ് ബോർഡർ ടെററിസം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അതിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കൃത്യമായിട്ട് ഈ ഒരു ടെർമിനോളജി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ടെർമിനോളജി തന്നെയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും ഉപയോഗിച്ചത്. ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ ക്രോസ് ബോർഡർ ടെററിസത്തിനെതിരെ തന്നെയാണ് നമ്മളുടെ നിലപാടെന്ന് ഒരുമിച്ച് ഇന്ത്യയോടൊപ്പം ചേർന്ന് പറഞ്ഞത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഡിഫൻസ് മിഡിൽ ഈസ്റ്റിലേക്ക് കടന്നു വരുമ്പോൾ അത് ഒരുപാട് വിഷയങ്ങളിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, മിഡിൽ ഈസ്റ്റിൽ ഒരു ചേരിതിരിവ് ഉണ്ടാക്കും എന്നാണ് ഇവർ അതായത് UAEക്കെതിരെ നിൽക്കുന്ന സൗദി അറേബ്യയെ പിന്തുണയ്ക്കുന്ന ആ ഒരു അറബ് രാജ്യങ്ങൾ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്ന ഡെഫിനിഷൻ. ആ ഒരു നെറേറ്റീവാണ് ഇപ്പൊ UAEയിൽ OIC ത്രൂ ഇംപ്ലിമെന്റ് ചെയ്യാൻ അതായത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥ കാര്യങ്ങൾ എന്ന് പറഞ്ഞു വെക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിലൂടെ ഇവർ UAEയെ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസും ചർച്ചകളൊക്കെ തുടരെ നടക്കും. അപ്പോൾ ഇതിൽ പല വിഷയങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. നിലവിലെ 2 ടീമുകൾ, ഇന്ത്യ, ഇസ്രായേൽ, UAE, അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ, ഈ മൂന്നും 6 രാജ്യങ്ങൾ തമ്മിൽ 2 ചേരികളിൽ നിന്നുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ്, മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഒരു ഗെയിം പ്ലേ, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. നിലവിൽ ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.